സെക്കൻഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025 ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് കുറെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതേപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഡിവിഷൻ Z of S Limited is a profit center which produce product A, B, C and D. Each product is sold in the external market also. The following data are available for the period. Okay, particulars A, B, C, D. Market price per unit 600, 580, 560, 510. Variable cost of production per unit 520, 400, 360, 335. Labor hours required per unit 3, 4, 2, 3. Then product D can be transferred to division Y, but the maximum quantity that may be required for transfer is 15,000 units of D. The maximum sales is external market are as follows: A 16,800 units, B 15,000 units, C 13,800 units and D 9,600 units. Division Y can purchase same product at a slightly cheaper price of rupees 500 per unit from outside instead of receiving transfers of product D from Z. Required, which should be the transfer price for each unit of 15,000 unit of D if total labor hours available to division Z are 1,20,000 hours. Okay, അപ്പൊ ഇവിടെ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവേഴ്സ്. അതായത് കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവർ കാണാൻ കോൺട്രിബ്യൂഷൻ ആദ്യം നമ്മൾ കണ്ടെത്തണം. കോൺട്രിബ്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ A, B, C, D 4 പ്രൊഡക്റ്റ് ആണ് തന്നത്. അതിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നാണ് 600, 580, 560, 510. വേരിയബിൾ കോസ്റ്റ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നാണ് 520, 400, 360, 335. അപ്പൊ മാർക്കറ്റ് പ്രൈസിന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ എത്ര കിട്ടും? 600 മൈനസ് 520, 80, 580 മൈനസ് 400, 180, then 560 മൈനസ് 360, 200, then 510 മൈനസ് 335, 175. ഇത് നമുക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ലേബർ അവേഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? എൻ്റെത് 3 ആണ്, ബിൻ്റെത് 4 ആണ്, സിൻ്റെത് 2 ആണ്, ഡിൻ്റെത് 3 ആണ്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ ഡയറക്റ്റ് ലേബർ അവർ കാണാൻ ഈ ഒരു കോൺട്രിബ്യൂഷനെ നമ്മുടെ ലേബർ അവേഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 80 ഡിവൈഡ് ബൈ 3 26.67 എന്ന് കിട്ടും. നെക്സ്റ്റ് 180 ഡിവൈഡ് ബൈ 4 45 എന്ന് കിട്ടും. അടുത്ത 200 ഡിവൈഡ് ബൈ 200 എന്ന് കിട്ടും. 175 ഡിവൈഡ് ബൈ 3 58.33 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് റാങ്കിങ് പ്രോസസ് ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ ഡയറക്റ്റ് ലേബർ ഏതിനാണോ കിട്ടുന്നത് അതിന് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? C ആണ്, 100 വരുന്നത്. അടുത്ത വരുന്നത് ഏതാണ്? അടുത്ത വരുന്നത് D ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? B ആണ്. അടുത്തത് വരുന്നത് A ആണ്. ഈ രൂപത്തിൽ റാങ്കിങ് വരും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ലേബർ അവേഴ്സ് ആണ്. അതായത് ഓരോ പ്രൊഡക്റ്റിനും ടോട്ടൽ എത്ര ലേബർ അവേഴ്സ് ആവശ്യമാണ് എന്നതാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ റാങ്ക് ചെയ്തതിന്റെ ഓർഡറിലാണ് ഇവിടെ പ്രൊഡക്റ്റ് കാണിക്കുക. സിക്കായിരുന്നു 1 കിട്ടിയത്, ഡിക്ക് 2, ബിക്ക് 3, എക്ക് 4 എന്നുള്ള രൂപത്തിലാണ് കിട്ടിയത്. ഇനി ഇവിടെ കാണിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നതാണ്. 13,800, 9,600, 15,000, 16,800 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്.
അടുത്ത ലേബർ അവേഴ്സും നമ്മുടെ പെർ യൂണിറ്റ് ലേബർ അവേഴ്സും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നു 2343. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 13,800 നമ്മൾ സെയിൽ നടത്തണമെങ്കിൽ അവിടെ 13,800ന്റെ പ്രൊഡക്ഷൻ നടക്കണം. ഓക്കെ, അങ്ങനെ ഓരോന്നും ഇവിടെ 9,600 ആവശ്യമാണ്, ഇവിടെ 15,000 പ്രൊഡക്ഷൻ ആവശ്യമാണ്, ഇവിടെ 16,800 പ്രൊഡക്ഷൻ ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എത്രയാണ് ഇതിന് ലേബർ അവർ ടോട്ടലി ആവശ്യമായിട്ട് വരുന്നത് കണ്ടെത്തുന്നു. അങ്ങനെ ഇവിടെ 13,800 പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് മൊത്തം എത്ര ലേബർ അവേഴ്സ് ആവശ്യമാണ്? 2 പെർ യൂണിറ്റ് വരുന്നത്. അപ്പൊ 2 × 13,800 27,600. ഇനി അടുത്തത് ഡിൻ്റെത് 3 × 9,600 28,800. അടുത്ത 4 × 15,000 60,000. 3 × 16,800 50,400. ഓക്കെ, ഇത്രയും ആയാല് നെക്സ്റ്റ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1,20,000 മാത്രമേ നമുക്ക് ടോട്ടൽ അവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ടോട്ടൽ 1,20,000. ഓക്കെ, ഈ 1,20,000 അവേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും അലോട്ട് ചെയ്യണം. അപ്പൊ അലോട്ട് ചെയ്യുമ്പോൾ റാങ്കിങ് ഓർഡറിലാണ് അലോട്ട് ചെയ്യുന്നത്. സിക്കാണ് ഒന്നാമത്തെ വരുന്നത്. സിക്ക് എത്ര അവറാണ് ടോട്ടൽ ആവശ്യമായിട്ട് വരുന്നത്? 27,600 ആണ്. അപ്പൊ 1,20,000 27 പ്രൊഡക്റ്റ് സിക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്ര അവേഴ്സ് ബാലൻസ് ഉണ്ടാവും? 92,000. 1,20,000 മൈനസ് 27,600 92,400 ഉണ്ടാവും. അടുത്ത ഡി ആണ് രണ്ടാമത്തെ വരുന്നത്. ഡിക്ക് എത്ര അവേഴ്സ് കിട്ടും? 28,800 ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ 92,400 28,800 കുറക്കുന്നു. അപ്പൊ 63,600 എന്ന് ബാലൻസ് അവേഴ്സ് കിട്ടും. അത് നമ്മുടെ അടുത്ത ബിക്ക് വരുന്ന 60,000 അവേഴ്സ് ആവശ്യമാണ്. 63,600 60,000 പോയാൽ നെക്സ്റ്റ് ഇനി എത്ര ബാലൻസ് മാത്രമേ ഉള്ളൂ? 3,600. ഇത് ആർക്ക്? ഇത് ഏത് പ്രൊഡക്റ്റിനുള്ളതാണ്? എക്കുള്ളതാണ്. എന്നാൽ എക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെറും 3,600 മാത്രം അവേഴ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡി എന്നതിനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുകയാണ് സെഡിലേക്ക്. വൈ എന്ന് പറയുന്ന ഡിവിഷൻ ഡി എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് എന്ത് ചെയ്യാണ്? ഡി യൂണിറ്റിനെ, ഓക്കെ, ഡി പ്രൊഡക്റ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. എത്ര യൂണിറ്റ് ആവശ്യമാണ്? 15,000 യൂണിറ്റ് ആവശ്യമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന് ആവശ്യമാകുന്ന ലേബർ അവേഴ്സ് എത്രയായിരിക്കും? അതായത് ഒരു യൂണിറ്റിന് വേണ്ടത് 3 ആണ്. നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. ഡിക്ക് ഒരു യൂണിറ്റിന് ആവശ്യമാവുന്നത് 3 അവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ എത്ര വേണ്ടി വരും? 15,000 യൂണിറ്റിനാവുമ്പോൾ 15,000 × 3 45,000 വേണ്ടി വരും. ഓക്കെ, ഈ 45,000 അവേഴ്സ് ഡിക്ക് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ 45,000 ഇനി അവൈലബിൾ ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏറ്റവും റാങ്കിൽ ഏറ്റവും താഴെയുള്ള പ്രൊഡക്റ്റ് എടുക്കുന്നു. ഏറ്റവും താഴെയുള്ളത് എ ആണ്. എക്ക് അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് എത്രയായിരുന്നു? 3,600 ആയിരുന്നു. ആ അവേഴ്സിനെ നമ്മൾ എടുക്കുന്നു. ഇനി ബാലൻസ് എത്ര ഉണ്ടാവും? 45,000 3,600 പോയാല് 41,600 ഇനിയും ആവശ്യമായിട്ട് വരുന്നു അവേഴ്സ്. അതിനെ നമ്മൾ ബിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. ഓക്കെ, ബിയിൽ നിന്നും 41,400 എടുക്കുന്നു. ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കണ്ടെത്താം. കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ്. ആദ്യം നമ്മൾ വേരിയബിൾ കോസ്റ്റ് കാണിക്കുന്നു. 15,000 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 335 ആയിരുന്നു ക്വസ്റ്റ്യനിൽ തന്നത്. ആ 335 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 50,25,000 എന്ന് കിട്ടും. ദെൻ അതിന്റെ കൂടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആഡ് ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ എയിൽ നിന്നും ബിയിൽ നിന്നും എടുക്കുമ്പോൾ വരുന്ന കോസ്റ്റ് ആണ്. 3,600 ഇൻറ്റു അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 26.67 ആയിരുന്നു. ഓക്കെ, 26.67. അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവർ എത്രയാണ്? അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവർ 26.67 ആയിരുന്നു. ഇതേപോലെ നെക്സ്റ്റ് ബിൻ്റെത് 45 ആണ്. അപ്പൊ 41,400 ഇൻറ്റു 45. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ 19,59,012 എന്ന് കിട്ടും. അതായത് എന്റെ 3,600 അവേഴ്സ്
എടുക്കുന്നുണ്ട്. അതേപോലെ ബിന്റെ 41,400 എടുക്കുന്നുണ്ട്. അതിന് നമ്മൾ അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ രണ്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 69,84,012 എന്ന് ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് ആണ്. ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് ഡിവൈഡ് ബൈ എന്താണ്, യൂണിറ്റ് ആണ്. ടോട്ടൽ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്, 69,84,012 ആണ്. ഡിവൈഡ് ബൈ 15,000 കാണുന്നു. അപ്പൊ നമുക്ക് 465.60 എന്ന് ആൻസർ കിട്ടും. ഇതേപോലെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.